നമ്മളെ ജെ മാങ്ക എക്സ്പ്ലനേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ജെക്കല്ലേ ഗോജു വേഴ്സസ് സുക്കുണോൻ്റെ പാർട്ട് 2 വീഡിയോ ആയിരിക്കും. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന കാര്യം പറഞ്ഞാൽ ഈ ഓണത്തിന് നമ്മുടെ മാവേലി വരുന്നില്ലേ, അതേ പറഞ്ഞ പോലെയാണ്. വല്ലപ്പോഴും ഒരു വീഡിയോ ഇട്ടു. ഓക്കെ, നമ്മളെ മുമ്പത്തെ വീഡിയോസ് ഒന്നും കണ്ടില്ലെങ്കിൽ എല്ലാത്തിൻ്റെ വീഡിയോസിൻ്റെ ലിങ്ക് താഴെ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ കള്ളിങ്ങിവിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ലിങ്ക് നിങ്ങൾക്ക് ഒരു ഐക്കഡ് വന്നില്ലേ, അത് ഫോളോ ചെയ്തിട്ട് ആ ഒരു വീഡിയോ കാണാൻ ശ്രമിക്കാം. ഓക്കെ, നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞത് നമ്മുടെ ഗോജു വേഴ്സസ് സുക്കുണ ഒരു ഫൈറ്റ് കഴിയുന്നുണ്ട്. സോ ഇപ്പോൾ ഒരു റൗണ്ട് 1 ഇപ്പം അവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ റൗണ്ട് 2 നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ട് പറഞ്ഞത്. സോ ഇപ്പോൾ നമ്മൾ റൗണ്ട് 2 നോക്കുകയാണെങ്കിൽ ഓഹോ ഞാനൊരു നരൻ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ഈ ഒരു ബിൽഡിംഗ് ഒക്കെ പൊളിച്ചിട്ടാണ് ഇവർ രണ്ടാളിന് ഫൈറ്റ് നടക്കുന്നത്. പിന്നെ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ സുക്കുണിൻ്റെ തലേൻ്റെ മേലെയായിട്ട് നമ്മുടെ ഒരു മഹാരോഗൻ്റെ ഒരു ജയൻറ്റ് വീലിംഗ് ഉണ്ട്. ഈ ഒരു വീലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, വൺസ് നമ്മൾ മഹാരോഗ പുതിയൊരു കാര്യം അഡാപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വീല് ജസ്റ്റ് ഒന്ന് ടേൺ ചെയ്യും, ഒന്ന് റൊട്ടേറ്റ് ചെയ്യും. സോ എപ്പോഴൊക്കെയാണോ ഈ റൊട്ടേറ്റ് ആയിക്കഴിഞ്ഞാൽ അപ്പോഴൊക്കെ നമ്മുടെ ഗോജുവിന് അത് നല്ല പണിയാണ്. ഇപ്പോൾ നമ്മുടെ ഗോജു നമ്മുടെ സുക്കുണിക്ക് നേരാൻ, അതായത് നമ്മുടെ നറൂട്ടോ സീരീസിൽ കണ്ടുവരുന്ന ഷാഡോ ക്ലോണില്ലേ, അതേപോലത്തെ ഒരു ടെക്നിക്ക് ഇപ്പോൾ യൂസ് ചെയ്യണം. പക്ഷേ നമ്മുടെ സുക്കുൺ എന്താ പറഞ്ഞാൽ ആ ഒരു ടെക്നിക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കിയിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ ഗോജുവിനെ അറ്റാക്ക് ചെയ്യണം. സോ ഇപ്പോൾ ഇവിടെ മെയിനായിട്ട് വരുന്ന ഒരു ടെൻഷൻ എന്ന് പറഞ്ഞാൽ, നമ്മുടെ സുക്കുൺ ഇതുവരെ മഹാരോഗം യൂസ് ചെയ്തിട്ടില്ല. അതായത് ആ ഒരു അൺലിമിറ്റഡ് വോയിഡിൻ്റെ ടൈമിൽ മാത്രം മഹാരോഗനെ യൂസ് ചെയ്തിട്ടുള്ളൂ. സോ ഇപ്പോൾ അവർ യൂസ് ചെയ്യുന്നില്ല. സോ ആ ഒരു കാര്യം കൊണ്ട് ടെൻഷനായിരിക്കുകയാണ് ഗോജുവിൻ്റെ സ്റ്റുഡൻസ്. ഈ കാര്യങ്ങളൊക്കെ അറിയുന്ന നമ്മുടെ ഗോജു നമ്മുടെ സുക്കുണിനത് പറയേണ്ടത്, എനിക്ക് മൊത്തം 4 സ്പിന്നാണ് ഉള്ളത്, അതിപ്പോൾ 1 സ്പിന്ന് കഴിഞ്ഞു, ഇനി 3 സ്പിന്നും കൂടി മാത്രമുണ്ടെങ്കിൽ നീ എൻ്റെ ഇൻഫിനിറ്റിനെ അഡാപ്റ്റ് ചെയ്യും. പക്ഷേ അപ്പോഴേക്കും നിന്നെ അറ്റാക്ക് ചെയ്യും പറഞ്ഞിട്ട് നമ്മുടെ ഗോജു നമ്മുടെ സുക്കുണിൻ്റെ പറയേണ്ടത്. ഓക്കെ, നമുക്ക് കാണാം ഇന്ത്യയിലുള്ള ഈ ചിരിമായ ഇനി അധികം നേരമില്ല പറഞ്ഞിട്ട് നമ്മുടെ സുക്കുണിയും പറയുന്നുണ്ട്. ഓക്കെ, എന്നാൽ വീണ്ടും ഈ ഒരു ഫൈറ്റ് തുടങ്ങണം നമ്മുടെ സുക്കുണി അതുപോലെ തന്നെ ഗോജുമായിട്ട്. സോ ആ ഒരു ടൈമിലേക്കും അടുത്തൊരു വീലും കൂടി ടേൺ ചെയ്യുക. സോ എല്ലാവരും കുറച്ചും കൂടി ഈഗറായിട്ട് വെയിറ്റ് ചെയ്യണം. വീണ്ടും ഒരു ക്ലോസ് ആയിട്ടുള്ള ഒരു ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗോജുവിൻ്റെ സുക്കുണിൻ്റെയും. സോ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ 2 വീലും കൂടിയാണ് ബാലൻസ് ഉള്ളത്. ആ ഒരു രണ്ടാമത്തെ വീലും കൂടി വീണ്ടും ഒന്ന് ടേൺ ചെയ്തിട്ടുണ്ട്. സോ എല്ലാവരും എന്താ പറയുക, അതിങ്ങനെ നമ്മുടെ ഗോജുവിനെ ഇൻഫിനിറ്റിനെ അഡാപ്റ്റ് ചെയ്യുന്ന ഒരു ടെൻഷനിലാണ് ഇപ്പോൾ എല്ലാവരും ഉള്ളത്. ഇപ്പോൾ നമ്മുടെ ഗോജു എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ കേസ് ടെക്നിക് റിവേഴ്സൽ റെഡ്, അതായത് മാക്കി പേപ്പർ യൂസ് ചെയ്യുന്ന നമ്മുടെ സുക്കുണിക്ക് നേരെ. സോ നമ്മുടെ സുക്കുണ ഒരു മാക്സിമം ഒരു ആംപ്ലിഫിക്കേഷൻ യൂസ് ചെയ്തിട്ട് അത് അത്യാവശ്യം ബ്ലോക്ക് ചെയ്യേണ്ടത്. പക്ഷേ അപ്പോഴേക്കും നമ്മൾ ഗോജു പറയേണ്ടത്, ഞാൻ ഇപ്പോൾ യൂസ് ചെയ്ത റെഡില്ലേ അത് പൊട്ടിയില്ലായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ സുക്കുണിൻ്റെ ബാക്കിന് ആ റെഡ് ഒറ്റ എക്സ്പ്ലോഡ്, മൂപ്പരിൻ്റെ ബോധം പോയി. അപ്പോൾ തന്നെയായിരിക്കും നമ്മുടെ ഗോജു ഒരു ബ്ലാക്ക് ഫ്ലാഷ് നമ്മുടെ സുക്കുണിക്ക് നേരെ യൂസ് ചെയ്യുക. ആൾ ആ ഒരു വീലും താഴെ വീണു. സോ നമ്മുടെ ഗോജു ഇപ്പോഴാണ് ടൈം പറഞ്ഞിട്ട് അറ്റാക്ക് ടൈമിലായിരിക്കും ബ്ലാക്ക് ഒരു ഷാഡോ പോലെ സാധനം നേരെ നമ്മുടെ ഗോജുവിനേക്ക് ഉള്ളിലേക്ക് വലിക്കുക. നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മഹാരോഗിയൻ ഒരു ജയൻറ്റ് സോഡ് വെച്ചിട്ട് നമ്മുടെ ഗോജുവിനെ കുത്താൻ വേണ്ടി നോക്കണം. സോ ആ ഒരു അറ്റാക്കിൽ നമ്മുടെ ഗോജു നൈസായി ഒഴിഞ്ഞു മാറണം. ഇപ്പം നടക്കുന്ന ഒരു ഫൈറ്റ് ഇല്ലേ, അതായത് നമ്മുടെ മഹാരോഗിൻ്റെ ഒപ്പം ഒരു ഫൈറ്റ്, എക്സാക്ട് നമ്മുടെ ടോജിൻ്റെ ഒപ്പം ഒരു ഫൈറ്റ് ചെയ്യേണ്ട ഒരു ലെവൽ എന്നെ കിട്ടുന്നുണ്ട് നമ്മുടെ ഗോജുവിന്. ഒരു എന്താ പറയുക, ഒരു അഡ്രിനൽ റഷ് എന്ന് പറയില്ലേ, അവനെങ്ങനെയും കൊല്ലണം എന്നൊരു റഷിലാണ് ഇപ്പോൾ നമ്മുടെ ഗോജു ഉള്ളത്. സോ അപ്പോൾ മഹാരോഗിൻ്റെ ഒപ്പം ഫൈറ്റ് ചെയ്യണം. സോ നമ്മുടെ ഗോജു വീണ്ടും ഒരു കേസ് ടെക്നിക് റിവേഴ്സൽ യൂസ് ചെയ്യുന്നു. ഈ ഒരു റെഡ് എന്നെ ഇപ്പോൾ അറ്റാക്ക് ചെയ്യാൻ നമ്മൾ സുക്കുണിന് നേരെ അറ്റാക്ക് ചെയ്യാൻ പറഞ്ഞാൽ നോക്കുന്ന ടൈമിലേക്കും ആൾ ചെയ്യുന്നത് പറഞ്ഞാൽ സുക്കുണ ഈ നമ്മുടെ മെഗുമിൻ്റെ ഉള്ള റാബിറ്റ്സ് ഇല്ലേ, അത് വെച്ചിട്ട് ആളിനെ അതുപോലെ തന്നെ മഹാറോവിനെയും കവർ ചെയ്യാണ്. നമ്മുടെ ഗോജുവിനെ കാണാത്ത വിധം കവർ ചെയ്യണം. നമ്മുടെ ഗോജുവിന് മനസ്സിലായി ആ ഒരു ബ്ലാക്ക് ഫ്ലാഷ് മുമ്പത്തെ ചെയ്ത് നന്നായി ഏറ്റിടുന്നുണ്ട്. സോ നീ എത്ര നേരം ഹൈഡ് ചെയ്യും പറഞ്ഞിട്ട് ഒറ്റ റെഡ് കൊടുക്കുകയാണ്. ആ റാബിറ്റ്സ് എല്ലാം തന്നെ ഡിസ്ട്രോയ് ചെയ്യുകയാണ്. സോ നമ്മുടെ വീണ്ടും മഹാറോഗിൻ്റെ ഒപ്പം ഒരു ഫൈറ്റിന് എത്താണ് നമ്മുടെ ഗോജു. ഈ ഒരു ടൈം നമ്മൾ സുക്കുണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു എക്സ്റ്റിങ്വിഷർ എടുത്ത് നേരെ ഗോജുവിൻ്റെ അവിടെ ചെയ്യുകയാണ്. സോ ഈ ഒരു ഡിസ്ട്രാക്ഷൻ ടൈമിൽ ആൾ ചെയ്യുന്നത് പറഞ്ഞാൽ ഈ ഒരു piercing ബ്ലഡ് ഇല്ലേ, അത് നമ്മുടെ ഗോജുവിനെതിരെ യൂസ് ചെയ്യണം ഈ ഒരു മഹാരോഗിൻ്റെ ഫൈറ്റിനോടൊപ്പം. സോ ആ ഒരു piercing ബ്ലഡ് നമ്മുടെ ഗോജുവിൻ്റെ റൈറ്റ് ഹാൻഡിലേക്ക് തന്നെയാണ് എലുക്കുന്നുണ്ട്. ഇത്തന്നെ 2 vs 1 ഫൈറ്റ് ആയിരുന്നു. അതായത് നമ്മുടെ സുക്കുണിയും അതുപോലെ മഹാരോഗം മാത്രം ഉണ്ടായിരുന്ന ഫൈറ്റിൽ ഇപ്പം നമ്മുടെ സുക്കുണ നമ്മുടെ യോറൂസിൻ്റെ കയ്യിലുണ്ടായിരുന്നുണ്ട് ആ ഒരു മറ്റേ ബീസ്റ്റ് ഇല്ലേ, ആ ഒരു ഇൻസെക്റ്റ് ഇല്ലേ, അതിനിപ്പോൾ നമ്മളെ സുക്കുണ ഇറക്കി വിടാണ്. ഇപ്പോൾ 3 vs 1 ഫൈറ്റാണ്. സോ ഇപ്പോൾ 3 ആളിനെ നേരിടാൻ വേണ്ടി നമ്മൾ ഗോജു ഇപ്പോൾ റെഡ് ഇറക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവർക്ക് ചെറിയ ഇമ്പാക്റ്റ് അല്ലാതെ വലിയൊരു ഡാമേജ് കാര്യമൊന്നും കേൾക്കുന്നില്ല. സോ നമ്മുടെ ഗോജുക്ക് മനസ്സിലായി ഇനി ഒറ്റ വഴിയുള്ളൂ പർപ്പിൾ യൂസ് ചെയ്യാൻ പറഞ്ഞിട്ട്. സോ മറു സൈഡ് നോക്കുകയാണെങ്കിൽ ഗോജുവിൻ്റെ സ്റ്റുഡൻസ്, അതായത് നമ്മുടെ യൂട്ട ബാറ്റിൽ ഫീൽഡിൽ ഇറങ്ങാൻ പറഞ്ഞ ഒരു തീരുമാനത്തിൽ പോകാൻ നിൽക്കുകയാണ്. പക്ഷെ അവനെ നമ്മുടെ കാശുമ്പോൾ തടയാണ്, നീയല്ല അടുത്ത് ഞാനാണ് പോകേണ്ടത് പറഞ്ഞിട്ട്. സോ നമ്മുടെ ഹക്കാരി അതുപോലെ നമ്മുടെ മാക്കിയൊക്കെ പറയുന്നത് യൂട്ടിൻ്റെ അടുത്ത് നീ പോകണ്ട, ഇത് നമ്മുടെ ഗോജുവിൻ്റെ ഫൈറ്റാണ്, നീ ഒരിക്കലും ഇതിൽ ഇടപെടാൻ നിൽക്കരുത്, നമ്മുടെ ഗോജു സെൻസ് നമ്മളത് പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ യൂജി പറയുന്നുണ്ട് യൂട്ട നീ എന്നാലും ബാറ്റിൽ ഫീൽഡിലേക്ക് പോകണം, അത് അത്യാവശ്യമാണ് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. പക്ഷേ ലാസ്റ്റ് ഇവർ എത്തുന്ന ഒരു ഫാക്ട് പറഞ്ഞാൽ ഗോജുവിനോട് പറയുന്നുണ്ട് ഈ ഒരു ബാറ്റിൽ ഫീൽഡിൽ എൻ്റെ മാത്രമായിട്ടുള്ളതാണ്, നിങ്ങൾ ആരും ഇടപെടരുത് പറഞ്ഞിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്.
ഓക്കെ, മറു സൈഡ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗോജു ഇപ്പോൾ 3 ആളിനെയും കൂടി കഷ്ടപ്പെട്ട് നേരിട്ടുകൊണ്ടിരിക്കണം. ഭയങ്കര ഹാർഡ് ടൈമാണ് ഇപ്പോൾ നമ്മുടെ ഗോജോയ്ക്ക് ഈ 3 ആളിനെയും മെയിൻറ്റെയിൻ ചെയ്യാൻ പറഞ്ഞാൽ. സോ ഈ ഒരു ഫൈറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ടൈമിലായിരിക്കും നമ്മുടെ മഹാരോഗ എന്ത് യൂസ് ചെയ്യാൻ പറഞ്ഞാൽ സ്ലാഷ്. സോ ഈ ഒരു സ്ലാഷ് നേരെ നമ്മുടെ ഗോജോനെ യൂസ് ചെയ്തിട്ട് എന്താ ഗോജുവിൻ്റെ റൈറ്റ് ഹാൻഡിനെ കട്ട് ചെയ്ത് കളയാണ്. സോ എല്ലാവരും പെട്ടെന്ന് ടെൻഷനാണ്, കാരണം മഹാരോഗ ഇപ്പോൾ ഒരു സ്ലാഷിന് ഉപയോഗിക്കാൻ തുടങ്ങി. സോ അതുമാത്രമല്ല, നമുക്ക് ഇനി ഗോജുവിൻ്റെ റൈറ്റ് ഹാൻഡ് ഹീൽ ചെയ്യാൻ ഒരുപാട് ടൈമും എടുക്കും. സോ ഇപ്പം നമ്മുടെ ഗോജു എന്ത് ചെയ്യണം പറഞ്ഞാൽ മാക്സിമം ഔട്ട്പുട്ടിൽ തന്നെ ഒരു ബ്ലൂ എന്ന് യൂസ് ചെയ്യണം. സോ ആ ഒരു അറ്റാക്ക് നല്ല രീതിക്ക് ഡാമേജ് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കാണിക്കുന്നതാണ് ഇനി 41 സെക്കൻഡ് കഴിഞ്ഞാൽ നമ്മുടെ ഗോജുക്ക് ഇനി പർപ്പിൾ യൂസ് ചെയ്യാൻ സാധിക്കും പറഞ്ഞിട്ട്. നമ്മൾ ഗോജു ഇപ്പോൾ ഈ ഒരു ഫൈറ്റിൽ തോൽക്കുമെന്ന് വിചാരിച്ചു, കാരണം ഒരു കൈയും കാര്യങ്ങളൊക്കെ പോയല്ലോ. പക്ഷേ നമ്മുടെ ഗോജു ഓരോ കമ്പാക്കൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇപ്പോൾ ബ്ലാക്ക് ഫ്ലാഷിനെ നമ്മുടെ സുക്കുണയ്ക്കും മഹാരോഗയ്ക്ക് എതിരായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആദ്യമായിട്ടാണ് നമ്മുടെ ഇപ്പോൾ സുക്കുണ കുറച്ചും കൂടി ടെൻഷനാണ് ഈ ഒരു ഫൈറ്റിൽ. സോ ഇവർ 3 പേരായിട്ട് വീണ്ടും നമ്മൾ 3 vs 1 ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ അടുത്തൊരു ബ്ലാക്ക് ഫ്ലാഷ് നമ്മുടെ ഗോജു യൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഗോജു ഒരു ചാൻഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നമുക്കൊരു സ്പാർക്ക് എന്ന് പറയാം. അതായത് ഒരു സോസറല്ലേ നമ്മുടെ ജേജക്കിലെ ഒരു സോസർ ഒരു കേഴ്സ് ടെക്നിക് യൂസ് ചെയ്യുന്ന മുമ്പ് അവൻ്റെ ബോഡീൻ്റെ ഇൻസൈഡിൽ വരുന്ന ഒരു പവർ സോഴ്സാണ് സ്പാർക്ക് എന്ന് പറയുന്നത്. സോ നമ്മുടെ സുക്കുണ കാര്യം മനസ്സിലാക്കാണ് ഈ സ്പാർക്ക് യൂസ് ചെയ്തതിന് നമ്മുടെ ഗോജു അടുത്ത റെഡ് ആക്കി യൂസ് ചെയ്യാം. സോ മഹാരോഗ വെച്ചിട്ട് അതിൽ എന്തായാലും ബ്ലോക്ക് ചെയ്യണം പറഞ്ഞിട്ടൊരു പ്ലാനാണ് നമ്മുടെ സുക്കുണയൊക്കെ ഉള്ളത്. നമ്മുടെ സുക്കുണ വിചാരിച്ച പോലെ തന്നെ നമ്മുടെ ഗോജി ഇപ്പോൾ കേഴ്സ് ടെക്നിക് റിവേഴ്സൽ റെഡ് യൂസ് ചെയ്യണം. സോ നമ്മളെ സുക്കുണ ഇത് കണ്ടിട്ട് വേഗം തന്നെ നമ്മുടെ മഹാരോഗ പറഞ്ഞിട്ട് നേരെ നമ്മുടെ ഗോജുവിൻ്റെ ആ റെഡിൻ്റെ കാര്യത്തിൽ വിട്ടാക്കാണ്. സോ ഈ ഒരു റെഡ് ബ്ലൂ ആയിട്ട് മെർജ് ചെയ്യും. സോ എന്നിട്ടാണ് ഈ ഒരു ഹോളോ പർപ്പിൾ തന്നെ ഫോം ചെയ്യുന്നത്. സോ ബ്ലൂ മെർജ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം മഹാരോഗനെ നേരെ നമ്മുടെ റെഡിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇപ്പോൾ ഒരു സൈഡിൽ നമ്മുടെ മഹാരോഗി അതുപോലെ സുക്കുണയും കൂടിയിട്ട് നമ്മുടെ ഗോജുവിൻ്റെ ഈ റെഡിനെ നല്ലിഫൈ ചെയ്യാൻ വേണം, നമ്മുടെ ഗോജുവിൻ്റെ റെഡിനെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കണം. മറു സൈഡിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗോജു ഇവർ രണ്ടാളിനെ അറ്റാക്ക് ചെയ്യണം. സോ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മഹാരോഗി അതുപോലെ തന്നെ ഗോജുവും കൂടി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഈ ഒരു തക്കം നോക്കിയിട്ട് നമ്മുടെ സുക്കുണ എന്ത് ചെയ്യും പറഞ്ഞാൽ ഈ ഒരു PSC ബ്ലഡ് തന്നെ ഈ ഒരു റെഡിലേക്ക് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ സുക്കുണ ആ ഒരു PSC ബ്ലഡ് നേരെ നമ്മുടെ റെഡിലേക്ക് അറ്റാക്ക് ചെയ്യണം. സോ നമ്മുടെ ഗോജു ഇത് ബ്ലോക്ക് ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷേ നമ്മളെ സുക്കുണ പറയുന്നത് ടു ലേറ്റ് ഗോജോ, അതിപ്പോൾ നിൻ്റെ റെഡിലേക്ക് അറ്റാക്ക് ചെയ്യാൻ വിട്ടിട്ടുണ്ട് പറയുന്നുണ്ട്. ബട്ട് അപ്പോഴും നമ്മുടെ ഗോജു ഈ ഒരു ഇൻകറ്റേഷൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഈ ഒരു ബ്ലൂ ആക്റ്റീവ് ചെയ്യാൻ അത്ര ടൈമൊന്നും വേണ്ട. സോ അതിനുള്ള ഒരു ചാൻഡ് ആയിരുന്നു നമ്മളെ, അതിനുള്ള ഒരു ഇൻകറ്റേഷൻ ആയിരുന്നു നമ്മുടെ ഗോജു ഇത്രയാണ് യൂസ് ചെയ്തത്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഗോജുവിൻ്റെ റെഡ് പോയിട്ട് ഇപ്പോൾ ബ്ലൂ ആയി. അതുമാത്രമല്ല നമ്മുടെ സുക്കുണ വീട്ടിലുള്ള ഈ ഒരു PSC ബ്ലഡില്ലേ അത് നമ്മുടെ ഈ ഒരു ബ്ലൂ കൺസ്യൂമും ചെയ്തു. ഇപ്പോൾ അവിടെ ഹോളോ ടെക്നിക് പർപ്പിൾ. സോ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ സിറ്റി തന്നെ ഒരു വൈറ്റ് സ്ക്രീൻ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. സോ ഒരു വൈറ്റ് ഫ്ലാഷ് ഔട്ട് തന്നെ അവിടെ ഒരു ഫോം ചെയ്യുകയാണ്. അതുപോലെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നമ്മുടെ സുക്കുണിൻ്റെ തലയിൽ മേലെ ഉണ്ടായിരുന്ന മഹാരോഗിൻ്റെ ആ ഒരു ജയൻറ്റ് വീല് ഒരു അറ്റാക്കിൽ തെറിച്ച് പോകുന്നത്. സോ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ സിറ്റി തന്നെ ഇപ്പോൾ ഒരു ബേൺ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. സോ നമ്മുടെ സുക്കുണ അവിടെ നിന്ന് ഐസായിട്ട് ഇങ്ങനെ ഒരു ഡാമേജ് കാര്യങ്ങൾ കിട്ടിയിപ്പോൾ എണീച്ച് വരുന്നുണ്ട്. സോ ഈ പർപ്പിൾ അറ്റാക്കിൽ നമ്മുടെ സുക്കുണിക്ക് മാത്രമല്ല നമ്മുടെ ഗോജുവിന് നല്ല ഡാമേജ് കിട്ടുന്നുണ്ട്. സോ നമ്മുടെ ഗോജു പറയുന്നത് നമ്മുടെ സുക്കുണ്ടത് അതായത് എൻ്റെ പർപ്പിൾ. സോ എൻ്റെ കേഴ്സ് ടെക്നിക്ക് അതുപോലെ തന്നെ എൻ്റെ കേഴ്സിനെ ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു പർപ്പിളിനെ എനിക്ക് തന്നെ എത്ര ഡാമേജ് തന്നിരിക്കുന്നു നോക്കിക്കേ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. സോ നമ്മുടെ കുസകാബിയും പറയുന്നുണ്ട് ഈ ഒരു ഫൈറ്റിൽ നമ്മുടെ ഗോജു ജയിച്ചു. അതായത് നമ്മുടെ ഗോജുവിനിപ്പോൾ റിവേഴ്സ് കേഴ്സ് ടെക്നിക്കും ഉണ്ട്, അതുപോലെ തന്നെ എല്ലാ ഹീലിംഗ് എബിലിറ്റിയും ഉണ്ട്. മറു സൈഡിൽ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ സുക്കുണിക്ക് ഹീലിംഗ് എബിലിറ്റിയും ഇല്ല, അതുപോലെ തന്നെ മഹാരോഗിൻ്റെ പവേഴ്സും കാര്യങ്ങളും ഇല്ല. സോ ഈ ഒരു ഫൈറ്റ് നമ്മുടെ ഗോജു ജയിച്ചിരിക്കുന്നു പറഞ്ഞിട്ട് നമ്മുടെ കുസകാബിയും യൂജിയും വിചാരിക്കണം. പിന്നീട് നമുക്ക് കാണിക്കുന്നത് ഒരു ആഫ്റ്റർ ലൈഫാണ്. സോ അതിൽ നമ്മുടെ ഗോജു നമ്മുടെ ഗെറ്റോനെ മീറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ചുമ്മാ കളിക്കല്ലേ, ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് പറഞ്ഞിട്ടുണ്ട്, അതായത് നിങ്ങൾ മരിക്കുന്ന സമയത്ത് വെൻ യു ഡൈ അലോൺ, ഇത് ഒരു കൈൻഡ് ഓഫ് ഡ്രീം അല്ലേ പറഞ്ഞിട്ട് നമ്മുടെ ഗോജുവിന് ഇത് എന്താണ് ശരിക്കും സംഭവിക്കുന്നത് മനസ്സിലാണ്ടിരിക്കുകയാണ്. അതുപോലെ പറയുന്നുണ്ട് ഞാൻ ഇതുവരെ അവനോട് അവൻ്റെ അച്ഛനാരാന്ന് പറഞ്ഞിട്ടില്ല, അതായത് നമ്മുടെ മെഗുമിനെയാണ് പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ ഷോക്കോനോട് ഈ ഒരു കാര്യം ഹാൻഡിൽ ചെയ്യാൻ പറയായിരുന്നു. അതുപോലെ തന്നെ ഇവർ ഒരുപാട് കാര്യങ്ങളിപ്പോൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഗോജോയും ഗിറ്റോയും. സോ ഗോജോന് ഇപ്പോഴും ഇത് ഡ്രീമാണോ ആഫ്റ്റർ ലൈഫാണോ എന്താണെന്ന് ഒരു കിണ്ടി അറിയാണ്ടിരിക്കാനും. സോ അതിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ അതിൽ നമ്മുടെ നാനാമി അതുപോലെ തന്നെ നാനാമിൻ്റെ മറ്റേ ഫ്രണ്ടില്ലേ മരിച്ചുപോയ ഫ്രണ്ടും അവനെയും കാണിക്കുന്നുണ്ട്. അവൻ്റെ പേര് എനിക്ക് ഓർമ്മ വന്നു, ഹൈബറ. സോ അവനും ഉണ്ട്. സോ ഈ ഒരു ഡ്രീമിൽ പിന്നെ നമ്മുടെ പ്രിൻസിപ്പൾ യാഗിൻ്റെ അതും പറയുന്നുണ്ട്. സോ നമ്മുടെ ഗെറ്റോയും അതുപോലെ തന്നെ പ്രിൻസിപ്പളും നാനാമി ഹൈബറ മാത്രമല്ല നമ്മുടെ അമനയും അവളുള്ള കെയർ ടേക്കറിനെയും കാണിക്കുന്നുണ്ട്. എൻ്റെ എല്ലാ മരിച്ച സോഴ്സസിൻ്റെയും ഗോജോന് ക്ലോസ് ആയിട്ടുള്ള എല്ലാവരെയും ഈ ഒരു ഡ്രീം മൂലകളിൽ കാണിക്കുന്നുണ്ട്. സോ നമ്മുടെ ലാസ്റ്റായിട്ട് നമ്മുടെ ഗോജോയും പറയുന്നുണ്ട് ഇതൊരു ഡ്രീം ആകല്ലേ. സോ കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായി വിചാരിക്കുന്നു. ദ കറൻറ്റ് സ്ട്രോങ്ങസ്റ്റ് ഈസ് നോ മോർ, ഗോജോ സത്തോറോ ഈസ് ഡെഡ്. സാഡ് ടു സേ ദിസ്, നമ്മുടെ സുക്കുണയാണ് ഈ ഒരു ഫൈറ്റിൽ ജയിച്ചത്. നമ്മുടെ സുക്കുണ നമ്മുടെ ഗോജോൻ ഇൻഫിനിറ്റിനെ അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മഹാരോഗൻ ഇത്രയും ശ്രമിച്ചത്.
ബട്ട് ആ ഒരു കാര്യം നമ്മൾ മഹാരോഗനെ കൊണ്ട് സാധിക്കാതായപ്പോൾ നമ്മളെ സെക്കൻഡ് അഡാപ്ഷനായിട്ട് ചെയ്ത് പറഞ്ഞാൽ ഈ ഒരു സ്ലാഷാണ്. സോ ഈ ഒരു സ്ലാഷ് നമ്മുടെ ഗോജോൻ്റെ ബോഡിക്ക് മാത്രമല്ല എൻ്റെ യൂണിവേഴ്സിനായിട്ടാണ് നമ്മൾ മഹാരോഗ യൂസ് ചെയ്തത്. ഇപ്പോൾ ഒരു ഗോജോ വേഴ്സസ് സുക്കുണോ ഫൈറ്റിൽ അടുത്ത ഈ ബാറ്റിൽ ഫീൽഡിൽ എത്തുന്നത് മറ്റാരുമില്ല, അത് ഗോഡ് ഓഫ് ലൈറ്റ്നിങ് നമ്മളെ കാശിമോണ്. സോ നമ്മൾ അടുത്ത JJK മാങ്ക എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. സോ ഇനി എന്തൊക്കെ സംഭവിക്കുന്നു നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം. സോ നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യേണ്ട കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. സോ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.